നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്ത് ചിരിച്ചത്? ഏയ്, നെറ്റിയിൽ തൊട്ട ചന്ദനം ഒരു തണുപ്പായി ആത്മാവിൽ ചെന്ന് തൊട്ട ഒരു ഫീല്. ആ, എന്ന് ദേവിയെ ധ്യാനിച്ച് നടന്നോളൂ. ദേവിയെ ധ്യാനിച്ച് തന്നെ നടക്കുന്നു. സാധാരണ ക്ഷേത്രത്തിലേക്ക് ലച്ചു ആരെയും കൂട്ടാറില്ല. എന്നെ വിളിച്ചപ്പോ സത്യം പറഞ്ഞ അതിശയം തോന്നി. എന്നെ കൂട്ടിക്കൊണ്ടു വന്ന് അർച്ചന കൂടി ആയപ്പോ ആ അതിശയം ആശ്ചര്യമായി. എനിക്ക് ഡോക്ടറോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി. എന്താ ലച്ചു, മംഗലശ്ശേരിയിൽ നിന്ന് പോകുന്ന കാര്യമാണോ? അതാ നല്ലത്. നിങ്ങൾ ചെന്ന് വിളിച്ചിട്ടും സ്വാതി വരാൻ കൂട്ടാക്കിയില്ലെങ്കിൽ ലച്ചു എത്രയും വേഗം ആ വീട്ടിൽ നിന്ന് പോകണം. ഡോക്ടറോട് പോലും ചോദിക്കാതെ ഞാൻ ഹോസ്റ്റലിലേക്ക് പോവാൻ വേണ്ടി നിൽക്കുമ്പോഴാ ചേച്ചിയുടെ അമ്മ വന്ന് ചേച്ചിക്ക് വിശേഷമുള്ള കാര്യം പറയുന്നത്. കാര്യങ്ങളൊക്കെ കാവേരി ചേച്ചി പറഞ്ഞ് ഞാൻ അറിഞ്ഞു. സ്വാതി ലച്ചുവിന് നേരെ പൊട്ടിത്തെറിച്ചു കാണുമെന്ന് എനിക്കറിയാം. ഒരു കുഞ്ഞാവുന്ന നിലയ്ക്ക് പതിയെ അവരുടെ പ്രശ്നങ്ങൾക്ക് മാറ്റം വന്നു തുടങ്ങും. ലച്ചു പിന്നീട് ഒരിക്കൽ പോലും സഞ്ജുവിൻ്റെയോ സ്വാതിയുടെ മുന്നിലേക്ക് ചെല്ലാതിരുന്നാൽ മാത്രം മതി. സത്യം പറഞ്ഞ മനസ്സ് തണുക്കുമ്പോൾ സ്വാതി തന്നെ ലച്ചുവിനെ കാണാൻ വന്നെന്നും വരും. പക്ഷെ ഇപ്പോൾ ഒരു ഒഴിഞ്ഞുമാറ്റം അനിവാര്യമാണ്. ഇതൊക്കെ ഒരു പ്രതീക്ഷ മാത്രം. ചേച്ചിയുടെ വാശി നാൾക്ക് നാൾ കൂടി വരത്തേയുള്ളൂ. കാണാൻ പോയിട്ട് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ പോലും ചേച്ചി എന്നെ അനുവദിച്ചില്ല. ചേച്ചി വരും. അതിന് ചേച്ചി എന്നോട് ആവശ്യപ്പെട്ടതിന് ഞാൻ സമ്മതം പറയണം. എന്താ സ്വാതി ലച്ചുവിനോട് ആവശ്യപ്പെട്ടത്? മംഗലശ്ശേരി വിട്ട് പോകാൻ തന്നെയാണോ? അല്ല. എന്തായാലും എന്നോട് പറഞ്ഞൂടെ? അത് പറയാൻ തന്നെയാ ഞാൻ ഡോക്ടറിനെ വിളിച്ചത്. ഡോക്ടറുമായുള്ള വിവാഹത്തിന് ഞാൻ സമ്മതിക്കണമെന്ന്. എന്നിട്ട് ലച്ചു എന്തു പറഞ്ഞു? പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചേച്ചി അത് അറിയിച്ചു കൊടുക്കല്ലേ വേണ്ടത്. ഇതിന് എനിക്കൊരു മറുപടിയോ അഭിപ്രായമോ പറയാനില്ല ലച്ചു. വിവാഹത്തിന് ഞാൻ ഡോക്ടറോട് സമ്മതം പറയാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.